അവസാനം കുത്തി കുത്തി മൂഞ്ചും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തെന്നാൽ PM-ശ്രീ അഥവാ പാണക്കാടിന്റെ മഹിമ. ഇന്നെല്ലാരും പറയുന്നു ലീഗ് PM-ശ്രീ എന്ന പദ്ധതിയിൽ ഒപ്പിട്ടെന്ന്. എന്തിന് ലീഗ് PM-ശ്രീ എന്ന പദ്ധതിയിൽ ഒപ്പിട്ടു? ഇസ്ലാമിന്റെ നിയമപ്രകാരം, ശരീഅത്തിന്റെ നിയമപ്രകാരം ഭൂരിപക്ഷം അഭിപ്രായത്തെയാണ് മാനിക്കേണ്ടത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ പിന്താങ്ങലാണ് ശരീഅത്ത് നിയമത്തിൽ, ഇസ്ലാമിക നിയമത്തിൽ വിശ്വസിക്കുന്ന ലീഗിന്റെ ഉത്തരവാദിത്തം. അത് മാത്രമാണ് ലീഗ് ചെയ്തത്. 4.5 വർഷത്തോളം 3.5 കോടി ജനതയ്ക്ക് കിട്ടേണ്ടിയിരുന്ന കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുടെ ഫണ്ടുണ്ടല്ലോ, ആ ഫണ്ട് തടഞ്ഞു വെച്ചത് ഒരു 50 രൂപയുടെ പേന വാങ്ങി അതിലെ 5 രൂപയുടെ മഷി കൊണ്ടൊരു ഒപ്പിട്ടാൽ ആ ഫണ്ട് കിട്ടുമായിരുന്നു. മുട്ടുമടക്കാത്ത, നട്ടല് വളയ്ക്കാത്ത ദാഹ്യത്തിന്റെ ഗോപുരമായിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുണ്ടല്ലോ, 4.5 വർഷമാണ് ആ പദ്ധതിയിൽ ഒപ്പിടാതിരുന്നത്. ആ പദ്ധതിയെയാണ് ലീഗും കോൺഗ്രസും കൂടി പിന്താങ്ങി ഒപ്പിടിപ്പിച്ചത്. പല കവല പ്രസംഗങ്ങളും നടത്തും. പല കവല പ്രസംഗങ്ങളിലും നമ്മൾ പലതും പറയും. നമ്മൾ ആശയത്തിലൂന്നിയല്ല ഉള്ള ജീവിതമല്ല, ആമാശയത്തിന് വേണ്ടിയുള്ള ജീവിതമാണ്. ഈ ഇടതുപക്ഷ സർക്കാർ ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷ സർക്കാർ എന്ത് നന്മ ചെയ്താലും എന്ത് തിന്മ ചെയ്താലും കാലങ്ങളായി ലീഗിന് വോട്ട് ചെയ്യുന്ന ഭൂരിവിഭാഗമുണ്ടല്ലോ, അതിന് നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും കോണിക്ക് മാത്രമേ കുത്തൂ. അവസാനം കുത്തി കുത്തി മൂഞ്ചും.